എന്തേടാ ഇവിടെ കാണുന്നില്ലല്ലോ. അല്ലേ ഇനിയിപ്പൊ അച്ഛൻ വെറുതെ പറഞ്ഞായിരിക്കോ? അല്ല ചേട്ടനായോണ്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും ബിരിയാണി കാണുന്നുണ്ട്. ഞാൻ കണ്ടാണ് 3 ബിരിയാണി അച്ഛൻ കൊണ്ടുവരുന്നത്. വിശക്കുകയും ചെയ്തില്ലേ, പിന്നെ ഇവിടെ കൊണ്ട് കൊടുത്തു കാണും. അച്ഛൻ ഇനി ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണും. പിന്നെ ഇവിടെ ബിരിയാണി കൊടുക്കാന്നോ ചേട്ടൻ ക്ലിനിക്കിൽ കൊണ്ടു കൊടുക്കുന്നു? ചുമ്മാ ഇരുടാ. അതും ശരിയാണ്. അച്ഛൻ ഇനി നമ്മളെ പറ്റിക്കൂ? ബിരിയാണി ഒക്കെ കൊള്ളാം, പക്ഷെ പീസില്ല. വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം എന്നാ ഇതെങ്ങനെയാ കുടിക്കുന്ന? ഒരു ഗ്ലാസ് വല്ലതും? അത് അങ്ങനെ അണ്ണാക്കിലോട്ട് അല്ല, ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഒരു 3-4 ലെഗ് പീസ് അങ്ങോട്ട് വെച്ചാലെന്താ ബിരിയാണിക്കത്? അല്ല, ഒരു കോഴിക്ക് 2 കാലേ ഉള്ളൂ. അത് പോരാഞ്ഞിട്ട് ഒരു ബിരിയാണിക്കകത്ത് 1 പീസേ വെക്കാറുള്ളൂ. പക്ഷെ ദമയന്തിക്ക് മിനിമം 2 പീസാ ഒരു ബിരിയാണി കണക്ക്. ബിരിയാണി എങ്ങനെ ഉണ്ട് ആന്റി? ദോഷം പറയരുതല്ലോ, ആയി വെച്ച് കൂട്ടാൻ കൊള്ളിയല്ലോ. പിന്നെ ഇതെങ്ങനെ തിന്ന്? മോനെ വിശപ്പ് എന്തേലും കഴിക്കണ്ടായോ? അതുകൊണ്ട് കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഒന്ന് പഴയ പോലെ ഒന്നും ഇപ്പൊ കഴിക്കാൻ വയ്യ. അതെന്താ കഴിക്കാൻ പറ്റാത്തേ? കണ്ണൊന്നും വയറ്റ് പിടിക്കുകയല്ല. ചരട് വല്ല ഓതി കെട്ട് കേട്ടോ, വേണ്ടി വരും. അല്ല, ഇവിടെ ഒരു 3 ബിരിയാണി വെച്ചിട്ടുണ്ടെന്ന് എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എവിടെ വെച്ചെന്ന് അറിയാമോ? അയ്യോ, അത് വേണമായിരുന്നോ? ചെറുതായിട്ട് വേണമായിരുന്നു. അയ്യോ, തീർന്നു പോയാലും ഇത്രേ ഉള്ളു. ഇനി നിങ്ങളൊരു കാര്യം, ആമ്പിള്ളാരല്ലയോ, വെളിയോട്ട് പോയി എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കുന്നത്, വല്ല നാരങ്ങ വെള്ളവും വിശപ്പൊക്കെ മാറും. അത് തന്നെ, നമ്മള് കുടിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറത്തില്ലയോ? വേറെ ഏതാണ്ട് പോലായി. മക്കളെ, അതെ, നിങ്ങൾ പോകുമ്പോഴേ ഈ പാത്രം കൂടെ ഒന്ന് കഴുകിയിട്ടേക്കണേ. കൂടുതലായിപ്പോയി. ആണോ? ഒന്ന് ഇരുന്നേരം എവിടെങ്കിലും പോയി, എവിടെങ്കിലും പോയി ഇരുന്നേരം അത് കറക്റ്റ് ആവും. എന്റെ അമ്മായിയുടെ പ്രായമായി പോയി, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേനെ. നമ്മളെന്തോ തിന്നുന്നേ? നമ്മളെന്തോ തിന്നു? അവര് പറഞ്ഞിട്ടില്ലേ പുറത്ത് സോഡാവെള്ളം കുടിക്കാൻ? എത്ര പെണ്ണുങ്ങളാണ് അവര്? സത്യം, ഒരത്തിന് അപ്പുറത്തും കൂടെ കൊടുത്തിരിക്കുന്നു. പറയട്ടെ, ഒരു മനസമാധാനം കാര്യം പറയണോ? അവരെ കൊണ്ട് വലിയ ശല്യമൊന്നും ദമയന്തി. എന്ത്? എന്റെ മോൻ നോക്കുന്ന കണ്ണാടിയില്ലേ, അതവര് പറമ്പിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. പറമ്പില്ല? ഓ, ഇതെന്നാ അച്ഛൻ്റെ കണ്ണാടി? ഇതെവിടുന്ന് കിട്ടി നിനക്ക്? അവരാ കൂട്ടിലെ കാക്ക ഓടിക്കാൻ വേണ്ടിട്ട് ഇത് അവിടെ കൊണ്ട് കെട്ടി തൂക്കിയിട്ടെ. ഞാൻ ഉള്ളപ്പോ അതിന് സമ്മതിക്കൂ? നീ താഴ്ചയെടുത്തോളഞ്ഞു പോന്നാ, അവര് നിന്നെ ഒന്നും പറഞ്ഞില്ലേ? എന്നെ എന്തോന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു മേലെ അങ്ങോട്ട് പോയി വരുന്നു പറഞ്ഞു. പിന്നല്ല, പേടിച്ചല്ലേ അവര്? പേടിക്കാൻ തോന്നുന്നു. അങ്ങനെ വേണം, അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലോ. ചേട്ടാ, അച്ഛാ, എന്താടാ? ചെറിയൊരു പ്രശ്നമുണ്ട്. വീട്ടിലെ പുറത്തു കാക്കകള്. മറ്റേ ആ ദമയന്തി ചേച്ചി ഇല്ലേ, നമ്മുടെ തെങ്ങിന്റെ വേണ്ടിയിരിക്കുന്ന കാക്ക കൂടെ എറിഞ്ഞിട്ട്. എറിഞ്ഞിട്ടാ? എറിഞ്ഞിട്ട് വീടിന് പുറത്തോത്ത കാക്ക എറിഞ്ഞിട്ടാ? എറിഞ്ഞിട്ട്. പിന്നെ എറിഞ്ഞിട്ടാ കാക്ക വരൂലേ? എവിടെ വന്നു പറഞ്ഞത്? വീടിന് പുറത്തോത്തും കാക്കയെന്ന്. നീ അങ്ങോട്ട് ഇറങ്ങിയാ? ഇറങ്ങിയപ്പോ കാക്ക എന്നെ കൊത്താൻ വന്നു. എവിടെ? ഹലോ, ആ കാക്ക കൂട്ട് എറിഞ്ഞിട്ടല്ലേ? എറിഞ്ഞിട്ടു. എനിക്ക് എറിഞ്ഞിടണമെന്ന് തോന്നി, എറിഞ്ഞിട്ടു. എന്താ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ ഈ പറമ്പിലുള്ള ഒരു ജീവികളെയും ഉപദ്രവിക്കല്ലെന്ന്? പിന്നെ എന്തോന്നാണ് കാക്കകൾ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റാനില്ല. അത് കുറച്ചു നേരം കരഞ്ഞിട്ട് പറന്നു പോക്കോളൂ. കരഞ്ഞിട്ട് പറന്നു പോക്കോളൂ? കൊള്ളാല്ല, എല്ലാം തമാശയാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടാ. അയ്യോടാ, അതെ, പശ്മള ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത്. പശ്മള ചേച്ചി പറയുമ്പോ ഞാൻ പോകും കേട്ടോ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ